ഗൈസ്, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്പൈസ് ഗാർഡൻ. എൻ്റെ പേര് അഞ്ജു, അറിയത്തില്ലാത്തവർക്ക്. ഞാൻ ഇപ്പോൾ ഉള്ളത് US ഫ്ലോറിഡ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് മൂവ് ചെയ്തിട്ട് 2.5 years ആയി. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ആദ്യം ന്യൂയോർക്കിലേക്കാണ് വന്നത്. അപ്പോൾ ഞാൻ ന്യൂയോർക്കിൽ കുറേ നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നേഴ്സായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഫ്ലോറിഡയിലേക്ക് മൂവ് ചെയ്തപ്പം ഞാൻ ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഡിഫറൻസ് ഉള്ള കാര്യം ആദ്യം. അപ്പം വേറെ ആൾക്കാർക്കും അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു ജനറൽ ഐഡിയ കിട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ഇത് കൊച്ചു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയാം. സാലറി അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റിലും സെയിം സാലറി അല്ല. ന്യൂയോർക്കിൽ നല്ല അടിപൊളി പേ ആണ് കേട്ടോ, സൂപ്പർ പേ ആണ്. അത് ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾ കയറുന്ന ഹോസ്പിറ്റലും ഒക്കെ അനുസരിച്ചിട്ടിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സാലറി. അവർലി പേ ആണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെയാണ് കിട്ടുന്നത്. പക്ഷേ ഒരു ക്യാച്ച് ഉണ്ട്. ന്യൂയോർക്കിൽ സ്റ്റേറ്റ് ടാക്സും എടുക്കും, ഫെഡറൽ ടാക്സും എടുക്കും. അത് കഴിഞ്ഞിട്ടുള്ള സംഭവം മാത്രമേ നമുക്ക് സാലറി ആയിട്ട് കൈ കിട്ടത്തുള്ളൂ. ഇപ്പം ഫ്ലോറിഡയിൽ ന്യൂയോർക്കിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ സാലറി കുറവാണ്. പക്ഷേ ഫ്ലോറിഡയിൽ സ്റ്റേറ്റ് ടാക്സ് എന്ന് പറയുന്ന ടാക്സ് ഇല്ല, ഫെഡറൽ ടാക്സ് മാത്രമേ ഉള്ളൂ. അപ്പം ഗരിച്ചും എന്നല്ലേ പറയാം. എനിവേ, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി ഏകദേശം ഒക്കെ സെയിം ഒക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഒരു മനസ്സന്തോഷത്തിന് വേണ്ടി നമുക്ക് പറയാം എനിക്ക് ഇത്രയുണ്ട് പിന്നെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും എല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം നമ്മളെ പറ്റിക്കാനുള്ള പരിപാടിയൊക്കെ തന്നെയാണ്. നമുക്കെല്ലാം ഏകദേശം സെയിം തന്നെ കൈ കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ന്യൂയോർക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് പേസ്ഡ് ആണ്. ഞാൻ വർക്ക് ചെയ്തത്, നമ്മൾ ലിവ് ചെയ്തത് ന്യൂയോർക്ക് സിറ്റിയിലായിരുന്നു. അപ്പോൾ സിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാണ്. ഇപ്പം ന്യൂയോർക്കിൻ്റെ തന്നെ അപ്സ്റ്റേറ്റിലേക്ക് പോയാൽ കുറച്ചുകൂടെ ആൾക്കാർ കുറച്ചുകൂടെ കാമൊക്കെ ആയിട്ടാണ് പോകുന്നത്. ആ ഒരു ജോലിയിലും ആ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. എനിക്ക് കേട്ടോ, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. കാരണം അന്ന് അവിടെ ജോലി ചെയ്തപ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ഞാൻ ഫസ്റ്റ് ന്യൂയോർക്കിലാണ്, US വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ന്യൂയോർക്കിലെ ഹോസ്പിറ്റലാണ് ജോലിക്ക് കയറിയത്. ഞാൻ എന്താണോ ആദ്യം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് അതെല്ലാം എൻ്റെ നോർമലായിട്ട് തന്നെ എടുത്ത് ആ ഒരു പേസിൽ നന്നായിട്ട് തന്നെ പോയി. എനിക്ക് അന്ന് അങ്ങനെ വലിയ ഡിഫിക്കൽറ്റി ഒന്നും ഫീൽ ചെയ്തില്ല. അന്നേരം അഡാപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണല്ലോ, എല്ലാം ന്യൂ ആണ്. അപ്പം ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ORലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സർജറി കഴിഞ്ഞാൽ അടുത്ത സർജറിക്ക് ഇത്ര ടൈമേ ഉള്ളൂ, അങ്ങനെ ഭയങ്കര ഫാസ്റ്റ് പേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഫ്ലോറിഡയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതും എന്നാന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ആൾക്കാർ കുറച്ചുകൂടെ ലേബാക്കാണ്. അവരുടെ തിങ്കിങ്ങും സംസാരവും എല്ലാം കുറച്ചുകൂടെ കാം ആൻഡ് സ്ലോ പേസിലാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവരുടെ അടുത്തും ഹായ് ഹൗ ആർ യു എന്ന് പറഞ്ഞ് ചിരിച്ച് സംസാരിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ അതൊരു ഞാൻ ഭയങ്കര പീപ്പിൾ പേഴ്സണാണ്. എല്ലാവരും ചിരിച്ച് അങ്ങനെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇവിടുത്തെ ആ ഒരു സ്റ്റൈല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ചില ആൾക്കാർ, ഇപ്പോൾ എൻ്റെ കുറച്ച് ന്യൂയോർക്കിൽ നിന്ന് വന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിൽ നിന്നൊക്കെ വന്നവർക്ക്, അവർക്ക് ഇവിടെ ഭയങ്കര സ്ലോ എന്നൊക്കെ പറഞ്ഞ് ഫീൽ ചെയ്യുന്ന പോലെയുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെയുള്ള ആൾക്കാരെയും ആ ഒരു പേസും ഒക്കെ. ചില ആൾക്കാർക്ക് ഇങ്ങനെ പെടപ്പെടാതെ പോകണം, അങ്ങനെ ശ്വാസം വിടാതെ പോകണം, അങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ആയിരിക്കും, ന്യൂയോർക്കായിരിക്കും കുറച്ചും കൂടി ഇഷ്ടം. പക്ഷേ നമുക്കൊന്ന് ശ്വാസം വിട്ടിട്ട് എല്ലാം ഒന്ന് നേരെ ചെയ്യാനുള്ള അവസരം ഇവിടെ ഫ്ലോറിഡയിലാണ് കിട്ടുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇത് എൻ്റെ മാത്രം ഒരു ഫീൽ എനിക്ക് തോന്നിയതാണ്. ഓറിയൻറ്റേഷൻ, ഞാൻ ന്യൂയോർക്കിൽ വന്നപ്പോൾ അവിടുത്തെ ഒരു വൺ ഓഫ് ദി ബിഗ് ഹോസ്പിറ്റലായിരുന്നു കിട്ടിയത് ജോലി. അപ്പോഴേക്കും ഓറിയൻറ്റേഷൻ പീരീഡ് എനിക്ക് എത്ര ദിവസം ഉണ്ടെന്ന് ഓർമ്മയില്ല, ഒരുപാട് ഡേയ്സ് ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നു. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വലിയ ക്യാമ്പസിലാണ് ഹോസ്പിറ്റലുള്ളത്. അപ്പോൾ തന്നെ നമ്മുടെ ഓറിയൻറ്റേഷൻ ഈ ബിൽഡിങ്ങിലാണ് ഇന്നുള്ളതെങ്കിൽ അടുത്ത ബിൽഡിങ്ങിലായിരിക്കും വേറൊരു ദിവസം. നമ്മൾ കുറേ ഡ്രൈവ് ചെയ്തിട്ടാണ് അടുത്തടുത്ത ബിൽഡിങ്ങിലേക്ക് പോകേണ്ടത്. അത്രയും വലിയ ഒരു സെറ്റപ്പായിരുന്നു. അപ്പം ആദ്യം ക്ലാസ്സസും പിന്നെ ലൊക്കേഷൻസ് പറഞ്ഞു തരുന്നതും അങ്ങനെ എല്ലാ ഓറിയൻറ്റേഷനിൽ എല്ലായിടത്തെയും പോലെ ഇൻക്ലൂഡൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ സ്കിൽ സെറ്റ്സ് ഒക്കെ ഇത് ചെയ്യുന്ന കുറേ മാനിക്കിനും ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ IV കാത്തറ്റർ, ഫോളി കാത്തറ്റർ ഇടുന്നത്, BLS അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം വെച്ചിട്ടും അങ്ങനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു ഓറിയൻറ്റേഷൻ പ്രോസസ്സ്. പക്ഷേ പേഴ്സണലി എനിക്ക് ഒരുപാട് ഡേയ്സ് ഉള്ള പോലെ ഫീൽ ചെയ്തു. നമ്മളിങ്ങനെ അതിന് വേണ്ടിയുള്ള ഈ ഔട്ട്ഫിറ്റ് ഇടണം, അങ്ങനെയൊക്കെ അവർക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ന്യൂയോർക്കിൽ ജോയിൻ ചെയ്ത ആ ഒരു ഹോസ്പിറ്റലിനെ കഴിഞ്ഞ് വലിയ ഹോസ്പിറ്റലാണ് ഞാൻ ഫ്ലോറിഡയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വൺ വീക്കേ ഉണ്ടായിരുന്നുള്ളൂ ഓറിയൻറ്റേഷൻ. 1 വീക്ക് തന്നെയാണ് എൻ്റെ ഓർമ്മ. അത്യാവശ്യം അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ഈ പറഞ്ഞ പോലെ ഈ സ്കിൽ സെറ്റ് അതെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞു 1 വീക്കിനുള്ളിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഞാൻ ജോലിയിൽ സ്റ്റാർട്ട് ചെയ്തു വർക്ക് ചെയ്യാനായിട്ട്. പക്ഷേ അവിടെ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് നമ്മളങ്ങ് കുറേ നാൾ കഴിഞ്ഞിട്ട് ദൈവമേ എന്നാണ് ഒന്ന് ജോലിക്ക് കയറുന്നതെന്നുള്ള ഇതാണ്. പക്ഷേ ഈ ഡേയ്സെല്ലാം നമ്മുടെ പെയ്ഡ് ഡേയ്സ് ആണ് കേട്ടോ. നമ്മൾ എത്ര മണിക്കൂർ ഈ ക്ലാസ്സിലിരുന്നു അല്ലെങ്കിൽ എത്ര മണിക്കൂർ ഓറിയൻറ്റേഷൻ, അതെല്ലാം നമ്മുടെ പെയ്ഡാണ്. സംഭവം എല്ലാം നമ്മുടെ സ്റ്റാർട്ട് ഡേറ്റ് അന്ന് മുതൽ കൗണ്ട് ചെയ്യും.
പക്ഷേ ഇത്ര ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്ത കാരണം ആ കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി പറയുന്ന ഒരു കാര്യവും എൻ്റെ മാത്രം അഭിപ്രായമാണ്. എനിക്ക് കുറച്ചുകൂടെ സ്റ്റാഫിനെ കുറച്ചുകൂടെ നല്ലതായിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന് തോന്നിയത് ഫ്ലോറിഡയിലാണ്. ന്യൂയോർക്കിൽ ഫാസ്റ്റ് പേസ് ആയത് കാരണം ഇപ്പം നമ്മുടെ മാനേജർക്കാണെങ്കിലും അതിൻ്റെ മുന്നിലുള്ള അതിൻ്റെയൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് അതിൻ്റെ പ്രഷറാണ്. ഓരോരുത്തർ പ്രഷർ ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് നമ്മുടെ സ്റ്റാഫിലാണ്. നമുക്ക് ആ ഒരു പ്രഷർ കാരണം നമ്മൾ ഭയങ്കര സ്പീഡിൽ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പം എനിക്ക് അവിടെ കുറച്ചും കൂടെ പ്രഷർ ഫീൽ ചെയ്തു. സ്റ്റാഫിന് കുറച്ചുകൂടെ കൺസിഡറേഷൻ കുറവാണ് അവിടെ കിട്ടിയതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷേ ഇവിടെ നമുക്ക് നല്ല അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. പല കാര്യങ്ങളും നമ്മൾക്ക് നല്ല മേ ബി എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ആയിരിക്കാം, എൻ്റെ കോവർക്കേഴ്സിൻ്റെ ആയിരിക്കാം, എൻ്റെ മാനേജേഴ്സിൻ്റെ ആയിരിക്കാം, എന്താണ് എല്ലാ കാര്യങ്ങളും ചേർന്നിട്ട് എനിക്ക് ഫ്ലോറിഡയിലാണ് ആ ഒരു എക്സ്പീരിയൻസ് നന്നായിട്ട് കിട്ടിയത്. ഇവർക്ക് ആ ഒരു അത്രയും പ്രഷർ ഇല്ല. അതെനിക്ക് തന്നെ ഫീൽ ചെയ്യാം. എൻ്റെ ടാപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയും പ്രഷർ ഉണ്ടെങ്കിലാണ് അവർ ആ പ്രഷർ ഇങ്ങോട്ട് വിടുന്നത്. അതിനർത്ഥം ഈ ഹോസ്പിറ്റൽ കൊള്ളത്തില്ല അങ്ങനെയൊന്നുമല്ല. ഇത് ബിഗ് ഹോസ്പിറ്റലാണ്, ഒത്തിരി റാങ്കിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ള വലിയ ഹോസ്പിറ്റൽ തന്നെയാണ്. എനിക്കൊന്ന് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആ പീപ്പിളിൻ്റെ മൈൻഡ് സെറ്റ്. അവർ കുറച്ചുകൂടെ ലോ പേസ് ആയതുകൊണ്ട് അവരുടെ എല്ലാം കുറച്ചുകൂടെ ആ ഒരു കാം ബേസിലാണ് പോകുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെനിക്ക് ഫീൽ ചെയ്താണ്. എല്ലാവർക്കും അങ്ങനെ തോന്നണം എന്നില്ല, ചിലപ്പോൾ അത് ഹോസ്പിറ്റലിൻ്റെ ആയിരിക്കും കേട്ടോ. പക്ഷെ അത് ഞാൻ ഓർത്തപ്പം ഇതുകൂടെ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ജനറലി പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം ഞാൻ ഇതിലൂടെ പറഞ്ഞേക്കാം. ഈ ഓറിയൻറ്റേഷൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ന്യൂയോർക്കിൽ ഈ ഔട്ട്ഫിറ്റ് ഇടണം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ സ്ക്രബ്സ് ഇട്ടിട്ട് വരണം. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഈ സ്ക്രബ്സ്. അപ്പം ഞാനിങ്ങനെ കടയിൽ പോയിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു കളർ അങ്ങ് സെലക്ട് ചെയ്തു. അപ്പം ഞാനത് ഇടാൻ തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് അവിടെ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാ ആൾക്കാർക്കും ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അപ്പം ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പെരിയോപ്പ് എന്ന് പറയും, ഈ ക്ലീനിങ്ങും നമ്മുടെ സപ്ലൈസൊക്കെ ചെയ്യുന്ന ആ ഒരു ആൾക്കാരുടെ ആ ഒരു സെറ്റ് ഓഫ് ക്ലാസ്സസിൻ്റെ കളറാണ് ഇത്. അപ്പോൾ എന്നെ കാണുമ്പോൾ അവരെല്ലാവരും ചോദിക്കുമായിരുന്നു, നീ പെരിയോപ്പാണോ അങ്ങനെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനാണ് ആമസോണിൽ നിന്ന് ഈ ഒരു സംഭവം വാങ്ങിച്ച് 6 ഇട്ട് വെച്ചത്. കാരണം ആൾക്കാരെല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി, നീ പെരിയോപ്പാണോ അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു മടുത്തു. അപ്പോൾ ഞാൻ എന്നാന്ന് ചോദിച്ചാൽ എല്ലാ ഹോസ്പിറ്റലിൻ്റെയും ആ ഒരു പോളിസി, നിങ്ങൾ എന്ത് സാധനം വാങ്ങിച്ചാലും എല്ലാം ഒന്ന് ജോലി ഒന്ന് പയ്യെ സ്റ്റാർട്ട് ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. ഇതെനിക്ക് വാങ്ങിക്കണമായിരുന്നു സ്ക്രബ്. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും ഹോസ്പിറ്റലൊക്കെ അറിയാമെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് വാങ്ങിക്കുവാണെങ്കിൽ എന്നെപ്പോലെ അബദ്ധം പറ്റായിരിക്കും. നമ്മൾ ഇപ്പോൾ 6 വേറെ കളറായിരുന്നു വേണ്ടത്. ഞാൻ പിന്നെ ഇനി സ്ക്രബ് വാങ്ങിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചില്ല. ഇതോടുകൂടി പരിപാടി നിർത്തി. അപ്പോൾ ഇതോടെ ജസ്റ്റ് പറയണം തോന്നി കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു എനിക്ക് പെട്ടെന്ന് ഫ്ലോറിഡയും ന്യൂയോർക്കും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഞാൻ വീണ്ടും കുറേ നഴ്സിംഗ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ടാറ്റാ ബൈ, സീ യു.